ഒരു വീഡിയോ SMCയിൽ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ സ്ട്രക്ചർ ബേസ്ഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ബിഗിനർ ആണെന്നുണ്ട് വെച്ചാൽ നേരെ ശ്രദ്ധിച്ച് കേട്ടോടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് വരുന്ന ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്കുകളാണ് നമുക്ക് ഇതിൽ വലിയ ലോസ് ഉണ്ടാക്കി തരുന്നത്. ഫോറക്സ് മാർക്കറ്റ് ആണെന്നുണ്ട് വെച്ചാൽ പ്രത്യേകിച്ചും നമുക്ക് നല്ലൊരു ലോസ് തന്നെ ഉണ്ടാക്കും. അതായത് ഫോറക്സ് ഏത് മാർക്കറ്റ് ആണെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന ചെറിയ മിസ്റ്റേക്കാണ് നമുക്ക് വലിയ ലോസ് തരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് എനിക്ക് ഒരു സ്ട്രക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ എന്തിനാണ് വരച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരാൾ ചിന്തിക്കുന്നതും ഒരു അത്യാവശ്യം മാർക്കറ്റിൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കണം രണ്ട് രീതിയായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് ശരിക്കും ഇവിടെ ഒരു BOS കിട്ടി, വീണ്ടും മാർക്കറ്റ് അപ്പ് ട്രെൻഡിലോട്ട് പോയി ഒരു BOS കിട്ടി, വീണ്ടും മാർക്കറ്റ് അപ്പ് ട്രെൻഡിലോട്ട് പോയി BOS കിട്ടി, പിന്നെ ഇതിനെ ഈ ഹൈനെ ബ്രേക്ക് ചെയ്തു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, വീണ്ടും ഇതിൽ നിന്ന് പോരുകയാണെന്നുണ്ടെങ്കിൽ BOS കിട്ടി. ഇതാണ് ശരിക്കും ഒരു ബിഗിനർ ട്രേഡർ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് ഓരോ സ്ട്രക്ചറിന് ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ച് BOS ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു FEG എന്നാണ് മാർക്കറ്റ് മുകളിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഈ മാർക്കറ്റ് FEG എന്ന് പോകുമ്പോൾ ശരിക്കും നമ്മൾ ഇതിനൊരു സ്ട്രക്ചറായിട്ട് കാണേണ്ട ആവശ്യമില്ല ഈ രണ്ട് BOS. ഓക്കെ, ഇതിനെ സ്ട്രക്ചറായിട്ട് കാണാതെ ഇത് മൈനറായിട്ടുള്ള സ്ട്രക്ചറായിട്ട് കണ്ടിട്ട് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിൽ അതായത് FEG ഏത് ഭാഗത്തു നിന്നാണോ പോയത് അതിൻ്റെ നേരെ താഴത്തുള്ള ലാസ്റ്റ് ക്യാൻഡലിൻ്റെ, അതായത് ഇവിടെ ലാസ്റ്റ് ക്യാൻഡിൽ ഉണ്ടാവുമല്ലോ, പിന്നെ ഈ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്ത് ഈ അടിയിലെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ലാസ്റ്റ് സെൽ ക്യാൻഡിലിൻ്റെ ഓർഡർ ബ്ലോക്ക് വരക്കുക. എന്നിട്ട് ഈ സ്ട്രക്ചർ ഈ എത്രത്തോളം പോകുന്നോ അത്രത്തോളം മാർക്കറ്റിൽ നിന്ന് വിട്ടേക്കുക. അതായത് മാർക്കറ്റ് പോയിക്കോട്ടെ, ഈ ക്യാൻഡിൽ തന്നെ മാർക്ക് ചെയ്ത് പിടിച്ചടന്നോളൂ. എന്നിട്ട് ഈ ഒരു ബ്രേക്ക് ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു BOSൻ്റെ ഈ ഒരു ഏരിയ ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അവിടെ ഇൻഡ്യൂസ്മെൻ്റായിട്ട് മാർക്ക് ചെയ്യുക. അതായത് ഒരു ഇൻഡ്യൂസ്മെൻ്റാണ് അത്. ഈ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യും, ഒരു സെൽ എൻട്രി തരും. ഓക്കെ, അതായത് ഇതിൻ്റെ ഹൈന്ന് ഈ BOSൻ്റെ ഹൈന്ന് നമുക്കൊരു സെൽ എൻട്രി ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ചിലപ്പോൾ ഇതിങ്ങനെ വന്നുകൊണ്ട് അതായത് ഇവിടുത്തെ ഒരു FEGയോ ഇവിടെ ഒരു മാർക്ക് ചെയ്ത് തരാം, കറക്റ്റ് മനസ്സിലായിക്കൂടെ. ഇവിടെ ഇതിപ്പോൾ ഒരു FEG ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു FEGന്ന് മാർക്കറ്റ് ചിലപ്പോൾ താഴത്തോട്ട് വരാം, പല ചാൻസുകളുണ്ട്. ഓക്കെ, അത് കാര്യമാക്കരുത്. ഈ ഓർഡർ ബ്ലോക്കോ ഇപ്പോൾ ഇങ്ങനെ ഒരു മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയ വന്നു, ഈ ഒരു ഏരിയ വന്നിട്ട് മാർക്കറ്റ് പിന്നെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒന്നും ചെയ്യരുത്. അത് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. ഈ മാർക്കറ്റ് ഒന്നല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടച്ച് ആവണം, അതല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടച്ച് ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരികയാണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും മാർക്കറ്റ് ഈ ഹൈ എന്തായാലും ഇത് ഈ ഒരു മാർക്ക് ചെയ്ത സെപ്പറേറ്റ് ഒക്കെ സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് തന്നാൽ കറക്റ്റ് ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്താക്കണം, ഈ ഒരു ഹൈകൾ എന്തായാലും എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ഈ ഹൈ എടുക്കാൻ എന്തായാലും ചാൻസ് ഉണ്ട്. നമുക്കപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹൈ വരെ എന്തായാലും നമുക്ക് TP എന്തായാലും എടുക്കാൻ കഴിയും. പിന്നെ ഇതിൻ്റെ മേലേക്ക് ഒന്നല്ലെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ നമുക്ക് കൺഫർമേഷൻസുകൾ കിട്ടുമ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ സെല്ലർ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല എങ്കിൽ മാർക്കറ്റ് കുറച്ച് മുകളിലോട്ടാണെന്നുണ്ട് വെച്ചാൽ മുകളിലേക്ക് പോട്ടെ, എന്നിട്ട് അടുത്തൊരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ട്രേഡ് എടുക്കാം. മാർക്കറ്റ് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന മാർക്കറ്റല്ല, മാർക്കറ്റ് പിറ്റത്തെ ദിവസവും ഉണ്ട്. നമ്മൾ മാക്സിമം അന്ന് നമ്മളിപ്പോൾ ഇന്ന് വന്നു, ചിലപ്പോൾ നമ്മളെ പഠിച്ച ലെവലിൽ ചിലപ്പോൾ ഒരു ട്രേഡ് കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ കിട്ടിയ തോന്നിയ ട്രേഡ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടിടുകയാണ്. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഇതൊരു സ്ട്രക്ചറാണ്. അതായത് ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ, കാരണം ഇത് എന്തായാലും ഇത് ആവശ്യം വരും. ഓക്കെ, ഇത് നിങ്ങൾ
ഒരുപാട് ആൾക്കാർക്ക് വരുന്ന ഫാൾട്ട് ഇങ്ങനെയുള്ള ഏരിയകളാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് മനസ്സിലായി ഞാൻ വിചാരിക്കണം. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ, അതായത് അപ്പ് ട്രെൻഡ്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതായത് അതേപോലെ തന്നെയാണ്, ഇത് ജസ്റ്റ് ഒരു സ്ട്രക്ചറാണ്. പക്ഷേ ഇതുപോലെ ഒരുപാട് ചെറിയ ചെറിയ സ്ട്രക്ചറുകൾ മാർക്കറ്റിലുണ്ടാകും. അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ മാർക്കറ്റിൽ നോക്കി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടും, POSകൾ കിട്ടും, ഇൻഡ്യൂസ്മെൻറ്റുകൾ കിട്ടും. അങ്ങനെ ഒരുപാട് കിട്ടുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. അതായത് ഇപ്പോൾ നോർമലി ഒരാൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ, ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇതിലോട്ട് വരികയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു സാധാരണഗതിയിൽ നമ്മൾ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്, അതായത് ഡെയിലി ട്രേഡ് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു 50 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ 1 ഹവറും 1 ഹവർ 50 മിനിറ്റ് ഇത് രണ്ടും മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പിന്നെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും മൈനറായിട്ടുള്ള ഒന്നല്ലെങ്കിൽ 3 മിനിറ്റ് ഇല്ലെങ്കിൽ 5 മിനിറ്റ്, ഈ രണ്ടിലേതെങ്കിലും ഒരു മിനിറ്റിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്ട്രക്ചർ വാച്ച് ചെയ്യേണ്ടത്. അതായത് 5 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ അതിൽ സ്ട്രക്ചറുകൾ വാച്ച് ചെയ്യുക. 50 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. 50 മിനിറ്റിൽ എപ്പോഴും ശ്രദ്ധിക്കുക, 50 മിനിറ്റിൽ നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം 50 മിനിറ്റിൽ എന്തായാലും ഡെയിലി 1-2 സപ്പോർട്ട്, ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ 50 മിനിറ്റിൽ സാധാരണ മാർക്കറ്റ് ചലിക്കലില്ല. കാരണം ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് പറയണത്. ഓരോരുത്തർക്കും ഓരോ ഐഡിയകളായിരിക്കും. അത് വേണമെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുകയും ചെയ്യാം. പിന്നെ 1 ഹവർ വരുമ്പോൾ എപ്പോഴും മാർക്കറ്റിൽ നിന്ന് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും മാർക്കറ്റ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് ഫെയിലാവും. അത് ഫെയിലാകുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും മനസ്സിലാവുക ഈ 50 മിനിറ്റിലാണ്. അതായത് അവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ലോവർ ടൈം ഫ്രെയിമിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിരിക്കണമെങ്കിൽ മാത്രം 1 ഹവറിലൊക്കെ ട്രേഡുകൾ പ്ലേസ് ചെയ്താൽ മതി. അല്ലാതെ വെറുതെ ഒരുപാട് സ്റ്റോക്ക് ലോസ് വെച്ചുകൊണ്ട് നമ്മളെ SL അടുപ്പിക്കരുത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇതിലോട്ട് വരുമ്പോൾ ഇത് സെയിം മെത്തേഡ് തന്നെയാണ്. അതായത് ഇതൊരു അപ് ട്രെൻഡാണ്, ജസ്റ്റ് ചിന്തിക്കുക. ഓക്കെ, ഇതൊരു അപ് ട്രെൻഡാണ്. പക്ഷേ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ നമുക്ക് നോർമലി ഒരുപാട് ആൾക്കാർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ട്രക്ചറുകൾ ഒരു ഹൈനാണ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയെന്നാണ്. പക്ഷെ അങ്ങനെ ഒരിക്കലല്ല. അത് ഞാൻ മാർക്കറ്റിലേക്ക് ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് വന്നാൽ തന്നെ ഞാൻ കാണിച്ചു തരാം. എന്താ ഇപ്പോൾ അതാ ശരിക്കും ഇവിടെ ശരിക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയാം. ഇതോടെ ഒരു ഹൈ ആണ്. ഇവിടെ നോക്കി മനസ്സിലാവും. ഇവിടുന്ന് മാർക്കറ്റ് നേരെ അപ് ട്രെൻഡിലോട്ട് പോയി, പിന്നെ അവിടെ നിന്ന് നേരെ ഡൗണിലേക്ക് വന്നു. പിന്നെ ഈ ഹൈനെ ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഇത് ഈ ഒരു ഹൈനെ ഇവിടെയും ബ്രേക്ക് ചെയ്തപ്പോൾ എന്തായി, ഇവിടെ ശരിക്കും ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുന്നുണ്ടാവില്ലേ. ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിരിക്കുകയാണെങ്കിൽ പിന്നെ മാർക്കറ്റ് എന്തുകൊണ്ട് ഈ സപ്പോർട്ട് പോലും എടുക്കാതെ മാർക്കറ്റ് എന്തുകൊണ്ട് ഈ ഒരു ഹൈൻ്റെ മേലേക്ക് പോയി? ജസ്റ്റ് ചിന്തിക്കുക. ഇത്ര ഉള്ളൂ മാർക്കറ്റ്. അതായത് നമ്മൾ ഒരുപാട് ചിന്തിക്കണ വരുന്നില്ല. അപ്പോഴത്തെ ഈ ഒരു FEG ലെവലിൽ നിന്നാണ് മാർക്കറ്റ് അപ്പിലോട്ട് പോയിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വലിയ സീരിയസ് ആക്കി എടുക്കേണ്ട കാര്യമില്ല. FEG നിന്ന് പോകുമ്പോൾ നമ്മൾ കറക്റ്റ് എപ്പോഴും സപ്പോർട്ട്, റെസിസ്റ്റൻസ് ഇത് മാർക്ക് ചെയ്തിട്ടിട്ട് മാത്രം പോവാം. ഇതാണ് ഓരോ സപ്പോർട്ടുകൾ ഞാൻ മാർക്ക് ചെയ്തിട്ടാണ്. ഓക്കെ, ഇത് 50 മിനിറ്റിലാണ് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഇതാണോ, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഇവിടെയൊക്കെ ഞാൻ FEGകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ലാസ്റ്റ് സപ്പോർട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ഓഫ് ക്യാരക്ടറുണ്ട്. മാർക്കറ്റ് എന്തായാലും ഈ ഒരു സപ്പോർട്ടിലോട്ട് വരാതെ മാർക്കറ്റ് പോകില്ല. പക്ഷേ ഇതിപ്പോൾ ഇന്ന് വന്നോണമെന്നൊന്നുമില്ല. മാർക്കറ്റ് എന്നാണ് വരുന്നത് അന്ന് നല്ല ട്രേഡുകൾ എടുക്കുക. അതായത് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഇതിൻ്റെ ഈ ലോവർ ഇതൊക്കെ ചെറിയ മൈന്യൂട്ട് സ്ട്രക്ചറുകളാണ്. പക്ഷെ അത് ഞാൻ മാർക്ക് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ട്രേഡുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചോളൂ.
ഈ ഒരു ചെറിയ ചെറിയ സ്ട്രക്ചറുകളുടെ അടിയിലൊക്കെ നമ്മൾ മാർക്കറ്റ് വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ കാണിച്ചു തരാം. ഓക്കെ, ഇതുണ്ടോ, ഇത് ഞാൻ 3 മിനിറ്റിലൊക്കെ എടുക്കുന്ന ചെറിയ ചെറിയ ട്രേഡുകളാണ്. ഇത് കണ്ടാൽ നമുക്ക് ഏറെക്കുറെ 3 മിനിറ്റ് കിട്ടുക, 3 മിനിറ്റ് 5 മിനിറ്റ് ഇതിലൊക്കെ ഞാൻ ട്രേഡ് എടുക്കണം. അതായത് നമുക്ക് ഡെയിലി അപ്പോൾ നല്ല അടിപൊളി പൊസിഷൻസ് കിട്ടും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇതാണോ, നല്ല അടിപൊളി ട്രേഡുകൾ ഇങ്ങനെ കിട്ടും. പക്ഷെ നമ്മളത് ഈ ഒരു 50 മിനിറ്റിൽ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇതൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ 3 മിനിറ്റ് അങ്ങനെയൊക്കെ നമ്മൾ 3 മിനിറ്റിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ട്രേഡുകൾ കിട്ടും. ഓക്കെ, ഇതിപ്പോൾ കണ്ടോ, ഇതൊക്കെ അടുത്ത ട്രേഡുകളാണ്. ഓക്കെ, ഇതാ ഇവിടെ ഒരു ട്രേഡ് എടുത്തിരുന്നു. ഇവിടെ അത്യാവശ്യം നല്ലൊരു ഇത് 50 മിനിറ്റിൽ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യും. എന്താണ് ഇത്, പക്ഷേ 3 മിനിറ്റിലും 5 മിനിറ്റിലൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ എത്ര സ്ട്രക്ചറുകൾ മാറുന്നു. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ അപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കിയത്, ഇതിൽ എത്ര സ്ട്രക്ചറുകൾ മറന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ്, ഇതിലുണ്ടോ, ഇതിൽ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി, BOS എത്ര സ്ട്രക്ചറുകൾ മാറുന്നു കണ്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ ഇൻഡ്യൂസ്മെൻ്റാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ, അല്ലാതെ അതൊരു സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ ട്രേഡ് അങ്ങനെ. പിന്നെ അതാ ഇനി ഞാൻ ഇവിടുന്ന് ഒരു സെല്ല് എടുത്തിരുന്നു കേട്ടോ, അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് ഞാൻ ട്രേഡ് എടുത്തത്. ഈ ട്രേഡ് ഞാൻ എടുത്തതാണ്. ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നു. ഇതുവരെയാണ് ഞാൻ TP വെച്ചിരുന്നത്, ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയത് വരെ. അത് ലോവർ ടൈം ഫ്രെയിമിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിരിക്കും, പക്ഷേ അത് ഹയർ ടൈം ഫ്രെയിമിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവില്ല. ഓക്കെ, ഇതിപ്പോൾ മനസ്സിലായില്ലേ. ഞാൻ 50 മിനിറ്റ് ഇട്ടിട്ട് ഞാൻ നേരത്തെ എടുത്തത് സെയിം 50 മിനിറ്റ് കാണിച്ചത്. ഇതാണോ, ഇതിവിടെ FEGക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ നിന്നാണ് മാർക്കറ്റ് ബ്രേക്കായി പോയത്. ഓക്കെ, ഇവിടെ നിന്നാണ് ഈ മാർക്കറ്റ് ബ്രേക്കായി പോയത്. ഓക്കെ, അത് മനസ്സിലാക്കുക. അതായത് FEG ഒരിക്കലും അതൊരു മാർക്കറ്റിൽ പെൻഡിങ് ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടി വരുന്ന ഒരു മാർക്കറ്റായിട്ട് നമ്മൾ മാത്രം കണ്ടാൽ മതി. അല്ലാതെ അതൊരു സ്ട്രക്ചർ ബ്രേക്കായിട്ട് നമ്മൾ ഒരിക്കലും അതിനെ കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതതുപോലെ തന്നെ ഡൗൺ ട്രെൻഡാണ്. പക്ഷേ ഇതിൽ ചില സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ ട്രെൻഡ് ലൈൻ നോക്കിയിട്ട് ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ട്രെൻഡ് ലൈൻ നോക്കിയിട്ട് ട്രേഡ് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് ഈ കാര്യമായിട്ട് പ്രൈസ് ആക്ഷനിലാണ് അത് കാര്യമായിട്ട് നോക്കുന്നത് ആൾക്കാർ. പ്രൈസ് ആക്ഷനിൽ കൂടുതലും ട്രെൻഡ് ലൈൻ നോക്കിയിട്ടൊക്കെയാണ് ട്രേഡ് എടുക്കുന്ന കുറേ ആൾക്കാർ. പിന്നെ ചില ആളുകൾ സ്ട്രക്ചർ ബ്രേക്ക് നോക്കിയിട്ടും ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇതിൽ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇതിലിപ്പോൾ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു ട്രെൻഡ് നേരെ ഓപ്പോസിറ്റായിട്ട് ഞാൻ വെറുതെ സമയങ്ങൾക്ക് വെറുതെ വേസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഞാൻ പറയുമ്പോൾ, അതായത് ഈ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ കണ്ടാൽ മതി. ഓക്കെ, സെൽ എൻട്രി കണ്ടാൽ മതി. ഞാനൊരു ബൈ എൻട്രി പറയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റായിരിക്കും സെൽ എൻട്രി വരാൻ. ജസ്റ്റ് നിങ്ങളെ ചിന്തിച്ചാൽ മതി. നിങ്ങളിപ്പോൾ ഇത് കുറേ കേട്ട ആൾക്കാരനായിരിക്കും ഇത് കാണുക. കാരണം ഒരുപാട് ആൾക്കാർ ഇത് പറ്റി കുടുങ്ങി നിൽക്കുക. ചില ആൾക്കാരൊക്കെ ഒരുപാട് ലോസ്, എനിക്കൊക്കെ നല്ലൊരു ലോസ് വന്നിരിക്കണം ഈ ഒരു ട്രേഡിങ്ങിൻ്റെ. അപ്പോൾ അതാണ് പറയാൻ കാരണം. വെറുതെ കായ് കുറേ കൊണ്ടുപോയിട്ടിട്ട് കാര്യമല്ല. നമ്മളിത് മാക്സിമം സ്ട്രക്ചറുകൾ ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡുകൾ എടുക്കാൻ. അതും SL വെക്കുമ്പോൾ നമ്മൾ എടുക്കണതിൽ 1:3 എങ്കിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടണം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അതായത് ഇവിടെ ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഓക്കെ, ഇവിടെ ഇത് ചിലപ്പോൾ ഒരു FEG എന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, ഈ FEG എന്ന് കിട്ടുമ്പോൾ ഇനി സ്ട്രക്ചറുകൾ വരുമ്പോൾ നമ്മൾ BOS ആയിട്ട് എടുക്കണ്ട. ഓക്കെ, അത് മനസ്സിലാക്കുക ആദ്യം. ഇതൊരു മൈനർ, നമുക്ക് എന്തെങ്കിലും ഇത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഞാൻ വെറുതെ ജസ്റ്റ് B എന്നിടലൊക്കെ ഉള്ളൂ. അതായത് മൈനറായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഓൾറെഡി ഇപ്പോൾ ഞാൻ ഒന്നും എഴുതലില്ല, എനിക്ക് സംഗതി കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇത് എക്സ്പീരിയൻസിനനുസരിച്ച് പല ആൾക്കാർക്കും പല രീതിയിലും മനസ്സിലാവും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇനിയിപ്പോൾ എത്ര സ്ട്രക്ചർ ഉണ്ടാക്കുകയാണെങ്കിലും ഉണ്ടാക്കിക്കോട്ടെ, മാർക്കറ്റ് അങ്ങനെ ഉണ്ടായിക്കോട്ടെ, അത് നമ്മൾ കാര്യമാക്കി വേണ്ട. പക്ഷെ മാർക്കറ്റ് എന്നാണോ ഈ ഓർഡർ ബ്ലോക്ക് ഇങ്ങോട്ട് കിട്ടില്ല, കിട്ടും. ഒരു മിനിറ്റ്, ഞാൻ കുറച്ചുകൂടി മാറ്റിയേക്കട്ടെ, എന്നാലത്
വരക്കാൻ അവിടെ ഗ്യാപ്പില്ല, അതുകൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് പിന്നെ ഇവിടെ നിന്നിട്ട് എത്ര സ്ട്രക്ചറുകളാണ്. എൻ്റെ ഇടയിൽ വരാൻ മാറുന്നത്. ഓക്കെ, മാർക്കറ്റ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എത്ര സ്ട്രക്ചറുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളത് കണക്ക് കൂട്ടേ വേണ്ട. ഇതിൽ എപ്പോഴാണോ ഈ ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വരുന്നത് അപ്പോൾ ഒരു സെല്ലർ ഇതിനെ ടാർഗറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അത് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എത്തുക, ചിലപ്പോൾ അത് കൂടുതൽ ദിവസങ്ങൾക്ക്, ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയക്ക്, ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനെ ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് നോക്കേണ്ടത്. ഓക്കെ, ഇവിടെ FVG നിന്നാണോ പോകുന്നതെന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഇപ്പോൾ ഇതിപ്പോൾ സെൽ എൻട്രി ആണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ബൈ എൻട്രി ആയിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി, അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഇത് ഒന്നും അറിയാത്തവർക്ക് ഇത് കാണാൻ നിൽക്കില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഇത് സൈഡ് വൈസ് ആണ്. സൈഡ് വൈസ് മാർക്കറ്റിൽ മാക്സിമം വിട്ട് നിൽക്കുകയാണ് നല്ലത്, കാരണം അതിന് പെട്ടെന്ന് നമുക്ക് പിടുത്തം തരില്ല. അപ്പോൾ അത് കാരണം നമ്മളെപ്പോഴും ചിന്തിക്കുക, FVG എന്നാണെങ്കിൽ അതൊരു ലിക്വിഡിറ്റി ആയിട്ട് ജസ്റ്റ് നമ്മൾ അത് മാർക്ക് ചെയ്തിടണം. ഓക്കെ, അത് മാർക്ക് ചെയ്തിട്ടാണ് ഏറ്റവും നല്ല ബുദ്ധി. അതായത് നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും കൂടുതൽ നേരം ഇരുന്ന് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്, ഏറ്റവും കൂടുതലാണ്. നമ്മളെപ്പോഴും ഓർഡർ ബ്ലോക്കിനെ ബേസ് ചെയ്ത് മാത്രം ട്രേഡുകൾ എടുത്താൽ മതി. ഓക്കെ, അത് നിങ്ങൾക്ക് ഡെയിലി ട്രേഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. 15 മിനിറ്റിൽ ഓർഡർ ബ്ലോക്കുകൾ മാർക്ക് ചെയ്തിടുക. ഇതാണ് ഞാൻ ചെറിയ ലോവർ ടൈം ഫ്രെയിമിൽ ഒരുപാട് ഓർഡർ ബ്ലോക്കുകൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് ചെറിയ സ്ട്രക്ചർ ബ്രേക്കുകൾ കിട്ടിയാലേ ഞാൻ ട്രേഡ് എടുക്കലുള്ളൂ. കാരണം ചില ദിവസങ്ങളിൽ എനിക്ക് ട്രേഡ് കിട്ടലുമില്ല. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, കാരണം ഒരു ദിവസം കൊണ്ട് മാർക്കറ്റ് അവസാനിക്കില്ല. നമുക്ക് പിറ്റത്തെ ദിവസം നമുക്ക് മാർക്കറ്റിൽ നോക്കുക, നമ്മൾ വിചാരിക്കുന്ന ഏരിയക്ക് മാർക്കറ്റ് വരുന്നുണ്ടോ നോക്കുക. നമ്മൾ ഉദ്ദേശങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ട്രേഡ് എടുത്താൽ മതി. ഓക്കെ, ഇപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഇനി അടുത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ വേറൊരു രീതിയിലുള്ളൊരു സ്ട്രക്ചറുകളുണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടിരുന്നു അതിൻ്റെ ഫോട്ടോസുകൾ. ഓക്കെ, ഞാനത് ക്ലിയർ ചെയ്യാം. ഒന്നും കൂടെ ഞാൻ സ്ട്രക്ചറുകൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവാത്തവർക്ക് ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലുണ്ട്, അതിൽ വേണമെന്നുണ്ട് വെച്ചാൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ ചെറിയൊരു മിസ്റ്റേക്കാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ ഇത് എനിക്ക് വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തന്നെ ഇതുകൊണ്ട് കഴിയുമെന്ന് എൻ്റെ ഒരു പ്രതീക്ഷയാണ്. കാരണം ഇങ്ങനെയാണ് ഞാൻ ട്രേഡിങ് പഠിച്ചത്, അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വീഡിയോ ലെങ്ത്ത് കൂടുന്നുണ്ടോയെന്ന് ചെറിയ ഡൗട്ടുണ്ട്, നല്ല മാക്സിമം ചുരുക്കുക. ഓക്കെ, ചില സമയങ്ങളിൽ FVGയിൽ മാർക്കറ്റ് വന്നതിന് ചിലപ്പോൾ അത് ഒരുപാട് സ്ട്രക്ചറുകൾ ഉണ്ടാക്കി പോകും. ചിലപ്പോൾ ഒരു 4 സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി പോകും, ഒരു 4 POS ഒക്കെ നമുക്ക് കിട്ടുന്ന രീതിയിലൊക്കെ പോകും. ചിലത് മാക്സിമം 5 വരെയൊക്കെ പോകലുണ്ട്. അത് കഴിഞ്ഞാലൊക്കെ മാർക്കറ്റ് വീണ്ടും കണ്ടിന്യൂസ് ഇങ്ങനെ താഴത്തോട്ട് പുതിയ ഇറങ്ങി വരും. ഓക്കെ, ആ ഏരിയയിൽ ട്രേഡർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. ഓക്കെ, പിന്നെ മാർക്കറ്റിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണിത്. ഇത് ലിക്വിഡിറ്റിയാണ്. അതായത് ലിക്വിഡിറ്റി ഉണ്ടെങ്കിലേ മാർക്കറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ വണ്ടിക്കൊക്കെ എണ്ണ അടിച്ചാലുള്ളൂ ഇപ്പോൾ വണ്ടി ഓടുള്ളൂ, അതേമാതിരിയുള്ളൊരു ഏരിയയാണിത്. ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, കാരണം ഈ ഒരു ഏരിയയിലാണ് ഒരുപാട് ആൾക്കാരെ പൈസ പോകുന്നത്, ഈ ലിക്വിഡിറ്റി ഉണ്ടാക്കുന്ന ഏരിയയിൽ. അതുകൊണ്ട് അത് മാക്സിമം ശ്രദ്ധിക്കുക, കാരണം ഇനി ഇതിൽ പോയി പെടാതിരിക്കുക. ഇത് പെട്ട് കഴിഞ്ഞാൽ നമ്മളിത് SL അടിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഈ മാർക്കറ്റ് ഈ താഴത്തേക്ക് വന്ന് നേരെ ഓപ്പോസിറ്റ് മേലോട്ടും പോവാം. ഓക്കെ, അങ്ങനെ ഒരു വഴിയും കൂടെ ഉണ്ട് ഇതിൽ. അപ്പം മേലോട്ട് പോയിട്ട് പിന്നെ താഴത്തോട്ടും വരാം. അപ്പോൾ മാർക്കറ്റിൽ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ ലിക്വിഡിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് മാർക്കറ്റിൽ നിന്ന് വിട്ട് നിൽക്കുക. മാർക്കറ്റ് ഏത് സപ്പോർട്ടിക്കാണോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിക്കാണോ വരുന്നത് അത് നോക്കിയിട്ട് ട്രേഡുകൾ എടുക്കുക. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഇതോട് മുഴുവനും ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് വരുന്നത്, ഈ ഒരു ഹൈൻ്റെ. അതായത് ഇത്രയും ലോ ഉണ്ടാക്കിയതിൻ്റെ ഹൈ. അവിടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഉണ്ടാക്കിയ ഇത്രയും ലോൻ്റെ ഹൈ കിടക്കുന്നത് ഈ ഒരു ലാസ്റ്റ് എൻഡിലാണ്. ഈ ലാസ്റ്റ് എൻഡിലാണ് കിടക്കുന്നത്, ഈ ടോപ്പിൽ
ഈ ഒരു ടോപ്പിലാണ് കിടക്കുന്നത്. ഇതിന് ഹൈ, ഈ ഒരു ഹൈയിൽ നമ്മുടെ സപ്പോർട്ട് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് മാർക്കറ്റ് വരുന്നവരെ ട്രേഡ് എടുക്കാനുള്ളതാണ് ഞാൻ ഈ FEG ഇതൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്തിടുന്നത്. ഈ ഒരു ഏരിയക്ക് എത്തുന്നത് വരെ എനിക്ക് ട്രേഡുകൾ വേണ്ടേ, അത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് മാർക്ക് ചെയ്യുന്നത്. അതായത് ഓരോ FEG, ഇപ്പോൾ ഈ FEG സപ്പോർട്ട് ഇവിടുന്ന് ജസ്റ്റ് ഒരു ചെറിയ സപ്പോർട്ട് ലെവലിൽ എടുത്തിട്ടുണ്ട്. അത് ഇവിടുന്ന് കൺഫർമേഷൻ ലോവർ ടൈം ഫ്രെയിമിൽ, അതായത് ചെറിയ ടൈം ഫ്രെയിമിൽ 3 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റിലോ നമുക്ക് നല്ലൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇവിടുന്ന് എടുക്കുകയുള്ളൂ. അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടറും വിത്ത് FEGയും കിട്ടണം, എന്നാലേ അടിക്കൊരു ട്രേഡ് നോക്കുകയുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന് മനസ്സിലാക്കാനുള്ള കാര്യം. അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ട്രക്ചറിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാടങ്ങ് ആലോചിച്ചു പോകും. നമ്മൾ ചെയ്യുന്ന ട്രേഡൊക്കെ എന്താണ് ലോസ് പോകാൻ കാരണം ചിന്തിച്ചതിന് ചില സമയത്ത് ഒരു പിടുത്തം കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ പൊടിക്കൈകൾ ചെയ്ത് നോക്ക്, എന്നിട്ട് മാർക്കറ്റിൽ പിടിച്ചെടുക്കാൻ പറ്റും നോക്ക്. ഇനി അടുത്ത വേറെ ഉണ്ട് പൊടിക്കൈകൾ ഇതേമാതിരി കുറച്ചുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് വീഡിയോ ഒരുപാട് ലെങ്തായി പോകുന്നുണ്ട്. കാരണം ഈ വീഡിയോക്ക് പ്രത്യേകം കാണുന്ന ആൾക്കാരാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലോസ് വന്നിട്ടും ഇതിനെ വിടാത്ത കുറച്ച് ആൾക്കാരുണ്ട് ട്രേഡിങ്ങിന്. അങ്ങനത്തെ ആൾക്കാർ ഇങ്ങനത്തെ വീഡിയോകൾ കാണും. കാരണം കുറച്ച് ലെങ്തായാലും ഇതിൻ്റെ ട്രിക്കുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കാണും. കാരണം അങ്ങനത്തെ ഇതുകൊണ്ട് കാര്യമുള്ളൂ. മാർക്കറ്റിൽ നിന്ന് 1-2 പൈസ ലോസ് വിചാരിച്ചിട്ട് മാർക്കറ്റ് അവസാനിപ്പിച്ച് പോകുന്ന ആൾക്കാർക്ക് ഇത് മുന്നോട്ട് പോകാൻ നടക്കില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കൂടുതൽ ലോസ് പോകാത്ത രീതിയിൽ എങ്ങനെ ഇത് മാനേജ് ചെയ്യാന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അതായത് കൂടുതൽ ലോസ് പോയതിന് നമ്മൾ SL അടിക്കുകയാണെങ്കിലും അതിൻ്റെ ഇടയിൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് ചെറിയൊരു SL വന്ന് അടിച്ചാലും വിഷയമില്ലാത്ത രീതിയിൽ മാർക്കറ്റിൽ എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.